ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു വെഡിങ് കേക്ക് ഡെക്കറേഷൻ വീഡിയോ കണ്ടാലോ? ദേ ഇപ്പൊ നിങ്ങൾ കാണുന്നത് എന്റെ ഒരു സാഹസികതയാണ് കേട്ടോ. നോർമലി സ്റ്റാക്ക് ആൻഡ് സ്റ്റോ വെച്ച് സേഫ് ആക്കിയിട്ടേ കേക്ക് സ്റ്റാക്ക് ചെയ്യാൻ പാടുള്ളൂ. ബിഗിനേഴ്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ട്രൈ ചെയ്യരുത്. പ്രത്യേകിച്ച് ലാസ്റ്റ് മിനിറ്റ് ഒക്കെ ആണെങ്കിൽ ഒരിക്കലും ട്രൈ ചെയ്യരുത് കേട്ടോ. ഞാൻ ഈ ഒരു ബേക്കിംഗ് പരിപാടിയൊക്കെ തുടങ്ങിയ സമയത്ത് 2-3 തവണ ഇങ്ങനെ ചെയ്തിട്ട് താഴെ വീണിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ദേ ഈ കാണുന്ന സ്റ്റാക്ക് ആൻഡ് സ്റ്റോ ഉപയോഗിച്ചിട്ട് മാത്രമേ ഞാൻ കേക്ക് സ്റ്റാക്ക് ചെയ്യാറുള്ളൂ. ഇതിപ്പോ 100% സേഫ് ആണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ സ്റ്റാക്ക് ചെയ്തത്. അങ്ങനെ കേക്കിന്റെ ലെയേഴ്സിൽ സ്റ്റാക്ക് ആൻഡ് സ്ട്രോ ഒക്കെ ഫിക്സ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് വന്ന സ്ക്രാച്ചസ് എല്ലാം ഫിനിഷ് ചെയ്ത് നമുക്കിനി ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യാട്ടോ. നമ്മളിവിടെ വൈറ്റ് ഫ്ലവേഴ്സ് ആണ് ചൂസ് ചെയ്തത്. കേക്കിൽ നമ്മൾ ഒരു വൈറ്റ് ആൻഡ് വയലറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ അടുത്ത് കസ്റ്റമർ പറഞ്ഞത് വയലറ്റ് ഫ്ലവേഴ്സ് ആണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എന്നാണ്. വയലറ്റ് ഫ്ലവേഴ്സ് ഒന്നും സെറ്റ് ആവാത്തത് കൊണ്ട് തന്നെ വൈറ്റ് ഫ്ലവേഴ്സ് വയലറ്റ് കളർ വരുത്താൻ ഞാൻ നോക്കിയതാട്ടോ. ഇപ്പൊ കണ്ടത് അത് കൊളായി പോയി. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് കേക്കിന്റെ ടോപ്പിൽ ജസ്റ്റ് മേരീഡ് എന്നുള്ള ഒരു ടോപ്പറും വെച്ച് കൊടുത്തപ്പോ കേക്ക് സെറ്റ് ആയിട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക്. ഈ കേക്ക് ഇഷ്ടപ്പെട്ടവരെല്ലാവരും താഴെ കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.